നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായകമായ ഒരു വിധിക്കാണ് കേരളം ഇന്ന് സാക്ഷിയായത്. ഈ കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ബാക്കി 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിയാൻ കാരണം തന്നെ നടിക്കെതിരായ ആക്രമണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന വസ്തുതയ്ക്ക് തെളിവുകൾ ഇല്ല എന്ന നിർണായകമായ കണ്ടെത്തലാണ്. പിന്നാലെ കോടതിക്ക് മുന്നിൽ കൈയടിച്ചും ആർപ്പു വിളിച്ചും ആരാധകർ സന്തോഷം പ്രകടിപ്പിക്കുകയും കേസിൽ ദിലീപ് ആയിരുന്നു ഇരയെന്നും ഇര ജയിക്കപ്പെട്ടു എന്നും വരെ പറയുകയും ചെയ്തു. ജഡ്ജ് ഹണി എം വർഗീസ് ആണ് കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും വിധിന്യായത്തിൽ പറഞ്ഞത്. കൂടെ കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധി 12-നും ഉണ്ടാകുമെന്നും ഇവർ പറഞ്ഞു. ഇന്ന് ഈ വിധി വന്നതിന് പിന്നാലെ നാം ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ അതിജീവിതയായ നടി ആക്രമണത്തിന് ഇരയായ നാൾ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് വെറുമൊരു ആക്രമണ കഥയല്ല, മറിച്ച് പ്രശസ്തിയുടെയും അധികാരത്തിന്റെയും ഇടനാഴികളിൽ ഒളിച്ചിരുന്ന പ്രതികാരത്തിന്റെ ഒരു ഞെട്ടിക്കുന്ന തിരക്കഥയാണ്. 2017 ഫെബ്രുവരി 17 മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാൾ തന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ രാത്രി അവരെ കാത്തിരുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളാണ്. വാഹനത്തിനുള്ളിൽ വെച്ച് ഒരു നടിയുടെ ശരീരത്തെയും മനസ്സിനെയും മുറിവേൽപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ക്രൂരമായ ആക്രമണം കേരള മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുകുലുക്കുകയാണ്. വാഹനത്തിലെ ഡ്രൈവർ എന്ന വേഷം ധരിച്ചെത്തിയ സുനിൽകുമാർ എന്ന പൾസർ സുനിയായിരുന്നു മുഖ്യപ്രതി. ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ കൊട്ടേഷൻ ആക്രമണമായി കണക്കാക്കപ്പെട്ടു. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ഈ ക്രിമിനലുകൾക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ലെന്നും ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഒളിച്ചിരിപ്പുണ്ടെന്നും പോലീസിന് ബോധ്യപ്പെട്ടു തുടങ്ങി. ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ അദൃശ്യകരങ്ങൾ ആരുടേതാണ്? ആരാണ്, എന്തിനാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്? അധികം വൈകാതെ തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വെളിച്ചത്ത് വന്നു. ജനപ്രിയ നായകന്റെ മുഖംമൂടി അണിഞ്ഞ ഒരു മെഗാ സ്റ്റാറിലേക്ക് അന്വേഷണത്തിന്റെ സൂചിമുന നീണ്ടു. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ദിലീപിന്റെ പേരാണ് ആ കേസിൽ ഉയർന്നു വന്നത്. സിനിമയുടെ അകത്തളങ്ങളിൽ ഏറെ സ്വാധീനമുള്ള കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ഒരു നടൻ എന്തിനാണ് സ്വന്തം സഹപ്രവർത്തകയോട് ഇത്ര വലിയ ക്രൂരത ചെയ്തത് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇവിടെയാണ് പ്രതികാരത്തിന്റെ ആ തീവ്രമായ മൗനം വെളിപ്പെടുന്നതും. തന്റെ കുടുംബജീവിതത്തിലെ ചില സ്വകാര്യതകൾ അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ അടുത്ത് വെളിപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് ഈ കൊട്ടേഷന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തതാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു നടൻ പ്രതികാരത്തിനായി ക്രിമിനലുകളെ കൂട്ടുപിടിച്ചെന്ന വാർത്ത കേരളത്തിന് വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ആദ്യ പൊതു പ്രതികരണം പോലും ഇരയായ നടിയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. താൻ നിരപരാധിയാണെന്ന് വാദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ഇരയോടുള്ള പരിഹാസമായിരുന്നു. ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ്. കത്ത് ആദ്യം തള്ളിക്കളഞ്ഞെങ്കിലും മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം 2017 ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേരളം ഞെട്ടിത്തെരിച്ചു. സിനിമാ സംഘടനയായ അമ്മ അടക്കം പലരും അദ്ദേഹത്തെ പുറത്താക്കി. എങ്കിലും ദിലീപിന്റെ ജനപ്രീതിക്ക് കാര്യമായ ഇടിവുണ്ടായിട്ടില്ലായിരുന്നു. ആലുവ സബ് ജയിലിൽ 85 ദിവസത്തെ തടവിന് ശേഷം ദിലീപ് ജാമ്യത്തിലിറങ്ങി. എന്നാൽ ഈ സമയത്താണ് നീതിക്ക് വേണ്ടി നിലകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഒന്നിച്ചത്. ഇരയായ നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വുമൺ ഇൻ സിനിമ കളക്റ്റീവ് രൂപം കൊണ്ടു. ഒരു നടിക്ക് വേണ്ടി സഹപ്രവർത്തകർ പരസ്യമായി രംഗത്ത് വരുന്നതും നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതും ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നു. എങ്കിലും അധികം വൈകാതെ ദിലീപ് വീണ്ടും അമ്മയിൽ തിരിച്ചെത്തി. പ്രതിഷേധ സൂചകമായി ഇരയായ നടിയടക്കം ചിലർ സംഘടനയിൽ നിന്ന് രാജിവെച്ചു. കേസിലെ വിചാരണ 2020 ജനുവരി 30 ആരംഭിച്ചു. ബലാത്സംഗ കേസുകളിലെ പതിവനുസരിച്ച് വിചാരണ ക്യാമറയുടെ മുന്നിലായിരുന്നു. എന്നാൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും തടഞ്ഞുകൊണ്ട് ദിലീപ് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. കോടതി മുറിക്കുള്ളിൽ സത്യവും അസത്യവും തമ്മിലുള്ള വലിയ പോരാട്ടമായിരുന്നു അന്ന് അരങ്ങേറിയത്. ദിലീപിന് വേണ്ടി പ്രതിരോധിക്കാൻ 38ഓളം അഭിഭാഷകരാണ് അണിനിരന്നതെങ്കിൽ ഇരയ്ക്ക് വേണ്ടി കഷ്ടിച്ച 2 പേർ മാത്രം. വിചാരണ വേളയിൽ പല പ്രമുഖ സാക്ഷികളും മൊഴിമാറ്റി കൂറുമാറുകയും ചെയ്തു. കേസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 2021 ഡിസംബറിൽ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ ദിലീപും ബന്ധുക്കളും ചേർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് കണ്ടുവെന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ആരോപണം.
ഈ മൊഴി കേസിന് പുതിയൊരു ദിശാബോധം നൽകി. പിന്നീട് കേസ് എത്തി നിന്നത് ഏറ്റവും ഗൗരവകരമായ ഒരു ചോദ്യത്തിലാണ്. കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ്, അതായത് ആക്രമണത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവ് പലതവണ ആക്സസ് ചെയ്യപ്പെട്ടു. പലതവണ അത് തുറന്ന് പരിശോധിക്കപ്പെട്ടു എന്ന ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. കോടതി രേഖയായി സൂക്ഷിക്കേണ്ട തെളിവ് എങ്ങനെ പുറത്തുള്ളവരുടെ കൈകളിൽ എത്തി? പലതവണ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ടെന്ന വിവരം ലഭിച്ചിട്ടും അത് മറച്ചുവെച്ച വിചാരണ കോടതി ജഡ്ജിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. നീതിന്യായ വ്യവസ്ഥയുടെ അകത്തളങ്ങളിൽ പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. എങ്കിലും ഈ വലിയ പോരാട്ടത്തിൽ ഇരയായ നടി തളർന്നിട്ടില്ല. ഞാൻ തളരില്ല, ഞാൻ കീഴടങ്ങില്ല എന്ന് അവൾ പരസ്യമായി പ്രഖ്യാപിച്ചു. പ്രതികരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരുപാട് പേർക്ക് ആ വാക്കുകൾ പ്രചോദനമായി മാറി. ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമാകും. അങ്ങനെ ആ കേസിന്റെ വിധിക്ക് വേണ്ടി കേരളം കാത്തിരുന്ന നിമിഷം ഇന്നായിരുന്നു. അവസാനം ആ വിധിയിൽപ്പെടാതെ ആ കേസിലെ 8ാം പ്രതിയായ ജനപ്രിയ നായകൻ ദിലീപ് കുറ്റവിമുക്തനാകുന്നു. ബാക്കി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാവുകയും ചെയ്തു. ഈ സംഭവം ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു വ്യവസായത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും നേർക്ക് ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്.